ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള തീരുവ പോരിൽ ചോളത്തിന് എന്താണ് റോൾ? ചോളമോ എന്ന് നെറ്റിച്ചുളിക്കണ്ട, കോൺ എന്ന് നമ്മളൊക്കെ ഇംഗ്ലീഷിൽ പറയുന്ന ചോളം തന്നെ. ഇന്ത്യക്കും അമേരിക്കയ്ക്കും ഇടയിലെ ചുങ്കപ്പോര് മുറുകുമ്പോൾ അതിനിടയിൽ ചോളവും പൊരിഞ്ഞു പൊരിഞ്ഞു മുകളിലേക്ക് വരുന്നുണ്ട്. റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നതിന്റെ പേരിലാണ് പ്രധാനമായും US ഇന്ത്യയെ ഇതുവരെ കുറ്റപ്പെടുത്തിയിരുന്നതെങ്കിൽ ഇപ്പോൾ ചോളവും ഒരു പ്രധാന വിഷയമാണ്. ഇന്ത്യ അമേരിക്ക വ്യാപാര കരാർ ചർച്ചകൾ തുടങ്ങുന്നതിന് തൊട്ടു മുൻപായി അമേരിക്കൻ വാണിജ്യ സെക്രട്ടറി ഹൊവാർഡ് ലുട്നിക് ഇന്ത്യ അമേരിക്കയ്ക്കായി ചോളം വിപണി തുറന്നു നൽകാത്തതിലുള്ള അതൃപ്തി പ്രകടിപ്പിക്കുകയാണ്. തങ്ങളിൽ നിന്ന് ചോളം വാങ്ങിക്കൂടെ ഇന്ത്യക്ക് എന്നാണ് ചോദ്യം. പക്ഷേ ആവശ്യത്തിന് ചോളം ഉൽപ്പാദിപ്പിക്കുന്ന ചോളം ഉൽപാദകരിൽ ലോകത്തെ ആദ്യ 10 സ്ഥാനങ്ങളിൽ ഉൾപ്പെടുന്ന ഇന്ത്യ എന്തിന് അമേരിക്കയിൽ നിന്ന് ചോളം വാങ്ങണമെന്നതാണ് ഇന്ത്യ തിരിച്ചുന്നയിക്കുന്ന ചോദ്യം. ആ ചോദ്യത്തിന് ഉത്തരം തേടിപ്പോയാൽ നമ്മൾ ചൈനയിലെത്തും. ലോകത്ത് ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ആകെ ചോളത്തിന്റെ 30% അമേരിക്കയിലാണ് ഉണ്ടാക്കുന്നത്. അവരുടെ ഏറ്റവും വലിയ കയറ്റുമതി ഉൽപ്പന്നങ്ങളിലൊന്ന്. അമേരിക്കയുടെ ചോളം ഉപഭോക്താക്കളിൽ പ്രധാന സ്ഥാനം ചൈനയ്ക്കായിരുന്നു. താരിഫ് യുദ്ധത്തെ തുടർന്ന് ചൈന അമേരിക്കയിൽ നിന്നുള്ള ഇറക്കുമതി ആകെ നിർത്തി. ചൈന പോയതോടെ അടുത്ത മാർക്കറ്റ് കണ്ടെത്താനുള്ള തീവ്ര ശ്രമത്തിലാണ് ഇപ്പോൾ അമേരിക്ക. അതിന്റെ ഭാഗമാണ് 1.4 ബില്യൺ ജനങ്ങൾ ഉണ്ടെന്ന് അവകാശപ്പെടുന്ന രാജ്യത്ത് ഓരോ ഇന്ത്യക്കാർക്കും ഓരോ ബുഷേൽ ചോളം വാങ്ങിക്കൂടെ എന്ന അമേരിക്കയുടെ ചോദ്യം. ബുഷേൽ എന്ന് വെച്ചാൽ ഒരു മലയാളത്തിൽ കുട്ട എന്നൊക്കെ പറയാം. അവരെല്ലാം നമ്മുടെ രാജ്യത്ത് കൊണ്ടുവന്ന് വിൽക്കുന്നു. നമ്മുടെ ചോളം പോലും അവർ വാങ്ങുന്നില്ല, അതിനും നികുതിയാണ് എന്നാണ് ലുട്നിക് പറഞ്ഞത്. 2025-26 വർഷത്തിൽ 427.1 ദശലക്ഷം ടൺ ചോളം ഉൽപ്പാദിപ്പിക്കുകയും 75 ദശലക്ഷം ടൺ കയറ്റുമതി ചെയ്യും എന്ന പുതിയ റെക്കോർഡിലെത്തുമെന്നാണ് പ്രവചനങ്ങൾ. അതിനാൽ തന്നെ അമേരിക്കയിലെ പ്രധാന സംസ്ഥാനങ്ങളായ അയോവ, ഇല്ലിനോയ്സ്, നെബ്രാസ്ക, മിനസോട്ട, ഇൻഡ്യാന, സൗത്ത് ഡെക്കോട്ട, നോർത്ത് ഡെക്കോട്ട, കാൻസസ്, മിസോറി, ഒഹയോ, വിസ്കോൺസിൻ എന്നിവിടങ്ങളിലെ കർഷകർ വളർത്തുന്ന ചോളത്തിന് പുതിയ വിപണികൾ തേടുകയാണ് ട്രംപ് ഭരണകൂടം. ഇനി ഇന്ത്യയുടെ കാര്യം നോക്കാം. അവിടെ ഒരു ഘട്ടത്തിൽ ഇന്ത്യ ചോളം കയറ്റുമതി ചെയ്യുന്ന രാജ്യമായിരുന്നു. ആ ഇന്ത്യ എന്തിനാണ് അമേരിക്കയിൽ നിന്ന് ചോളം വാങ്ങുന്നത്? അതിലും അമേരിക്കയ്ക്ക് ചില സ്ഥാപിത താല്പര്യങ്ങളുണ്ട്, ചില ദീർഘദർശിത്വമുണ്ട്. എല്ലാവരും കരുതുന്നത് പോലെ ചോളം നമ്മളൊക്കെ സാധാരണ സ്നാക്സ് ആയി കഴിക്കുന്ന ഒരു ധാന്യം മാത്രമല്ല. കോഴിത്തീറ്റ, കാലിത്തീറ്റ എന്നിവയിലെ പ്രധാന കാർബോഹൈഡ്രേറ്റ് ഉറവിടമാണ് ചോളം. അവിടെയും തീരുന്നില്ല. ചോളത്തിൽ നിന്ന് ജൈവ ഇന്ധനമായ എഥനോൾ ഉൽപ്പാദിപ്പിക്കാനാവും എന്നതാണ് ശ്രദ്ധേയമായ മറ്റൊരു പോയിന്റ്. എഥനോൾ പ്ലാന്റിൽ എത്തുന്ന ഒരു ബുഷേൽ ചോളത്തിന്റെ 2/3 ഭാഗം ഇന്ധനമായാണ് മാറുന്നത്. 3ാമത്തെ ഭാഗം കന്നുകാലി തീറ്റയായി മാറ്റപ്പെടുന്നു. അവിടെയാണ് അമേരിക്ക ഇന്ത്യൻ വിപണിയിൽ കണ്ണുവെക്കുന്നത്. 20% എഥനോൾ കലർത്തിയ പെട്രോൾ, E20 പെട്രോൾ രാജ്യത്ത് വ്യാപകമാക്കാൻ കേന്ദ്ര സർക്കാർ തീരുമാനിച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്ത്യക്ക് സ്വാഭാവികമായും കൂടുതൽ ചോളം ആവശ്യമായി വരും. നിലവിൽ 2022-23 കാലഘട്ടത്തിലെ 34.7 ദശലക്ഷം ടൺ എന്ന നിരക്കിൽ നിന്ന് 2040 ആവുമ്പോഴേക്കും 98 ദശലക്ഷം ടണ്ണായി ഇന്ത്യയിലെ ചോളം ഉപഭോഗം ഉയരുമെന്നാണ് അമേരിക്കൻ അഗ്രികൾച്ചറൽ ഡിപ്പാർട്ട്മെന്റിന്റെ കണക്കുകൂട്ടൽ. 40 ലക്ഷം ടൺ വരെ ചോളം കയറ്റുമതി ചെയ്തുകൊണ്ടിരുന്ന ഇന്ത്യ കഴിഞ്ഞ വർഷം ചോളം ഇറക്കുമതി ചെയ്തതെല്ലാം അമേരിക്ക വളരെ ശ്രദ്ധയോടെ നിരീക്ഷിക്കുന്നുണ്ട്. അതിൽ ഭൂരിഭാഗവും ഇന്ത്യ മ്യാൻമറിൽ നിന്നും യുക്രൈനിൽ നിന്നുമാണ് ഇറക്കുമതി ചെയ്തത്. വളരെ ചെറിയൊരു ഭാഗം, അതായത് ഏതാണ്ട് 1100 ടൺ മാത്രമാണ് അമേരിക്കയിൽ നിന്ന് ഇറക്കുമതി ചെയ്തത്. ജനിതക മാറ്റം വരുത്തിയ ചോളത്തിന്റെ ഇറക്കുമതി ഇന്ത്യ അനുവദിക്കാത്തതാണ് അമേരിക്കയ്ക്ക് മുന്നിലുള്ള മറ്റൊരു വെല്ലുവിളി. US ചോളത്തിൽ 92% ജനിതക മാറ്റം വരുത്തിയ GM ചോളമാണ്. പക്ഷേ ഭക്ഷ്യ ശൃംഖലയ്ക്ക് തന്നെ ഭീഷണിയാകുമെന്ന വിലയിരുത്തലിൽ ഇന്ത്യ ജനിതക മാറ്റം വരുത്തിയ ചോളത്തിന്റെ ഉൽപ്പാദനം അംഗീകരിച്ചിട്ടില്ല. എഥനോൾ ഉൽപ്പാദനത്തിനായി GM ചോളം വളർത്താനുള്ള പദ്ധതി നീതി ആയോഗ് മുന്നോട്ട് വെച്ചപ്പോഴും സർക്കാർ അത് പരിഗണിച്ചിട്ടുമില്ല. മ്യാൻമറിൽ നിന്നും യുക്രൈനിൽ നിന്നും ജനിതക മാറ്റം വരുത്താത്ത ചോളം കിട്ടുന്ന സാഹചര്യത്തിൽ അതും അമേരിക്കയ്ക്ക് ഒരു വലിയ വെല്ലുവിളിയാണ്.